ഹലോ എവരിവൺ, എണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് എല്ലാവരും പഠിച്ചു തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് ഡിക്ക് എത്ര പേർ അപ്ലൈ ചെയ്തിരിക്കുന്നു എന്നൊരു ഡേറ്റയാണ് നമുക്ക് RRB ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര പേര് RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഗ്രൂപ്പ് ഡി എന്ന പോസ്റ്റിനായിട്ട് ടോട്ടൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1,08,22,423 പേരാണ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് 1,08,22,423 പേർ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളിലൊരു ഞെട്ടലുണ്ടാവും. 1 കോടി ആപ്ലിക്കൻസോ, അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങിയത് വെറുതെ ആകുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള സോണുകളിലൊക്കെ എത്രത്തോളം ആപ്ലിക്കൻസ് ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കാം. ചെന്നൈ സോൺ വരുമ്പോൾ 11 ലക്ഷം ആപ്ലിക്കൻസ് ആണ് വന്നിരിക്കുന്നത്. 11,12,922 ആപ്ലിക്കൻസ് ആണ് വന്നിരിക്കുന്നത്. കൊൽക്കത്തയിൽ 7 ലക്ഷത്തോളം ആൾക്കാരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതേപോലെ ബംഗളൂരു വരുമ്പം 2,75,307 പേരാണ്. അതേപോലെ മുംബൈ സോൺ വരുമ്പോൾ 15,59,100 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആപ്ലിക്കൻസിന്റെ എണ്ണം കണ്ടിട്ട് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം, ഇപ്പോൾ 1 കോടി പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് കരുതിയിട്ട് അവർ അത്രയും പേരും പഠിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. നമ്മൾ തന്നെ എത്രയോ പേര് എക്സാം ഏതാണെന്ന് കൂടി അറിയാതെ പോയിരുന്ന എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ 1 കോടി ആൾക്കാരും എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് കരുതി അവർ പഠിക്കുന്നവരാകണമെന്നില്ല, അല്ലെങ്കിൽ ഒരു കോച്ചിങ് സെന്ററിൽ പോയിട്ട് പ്രോപ്പറായിട്ട് കോച്ചിങ് എടുക്കുന്നവരാകണമെന്നില്ല. ഇപ്പം നമ്മൾ കോച്ചിങ് സെന്ററിൽ പോകുന്ന ഒരു 50 ലക്ഷം പേരുണ്ടെങ്കിൽ ആ 50 ലക്ഷം പേരും കോച്ചിങ് സെന്ററിൽ പോയത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. കോച്ചിങ് സെന്ററിൽ പോയി സിസ്റ്റമാറ്റിക് ആയിട്ട് ആ സിലബസ് ഫുൾ കവർ ചെയ്ത് എല്ലാ ദിവസവും പഠിച്ച് നല്ല രീതിയിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് PYQs ഒക്കെ അറ്റൻഡ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ മാത്രമേ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ. നമുക്കതിൽ ഒരു 10 ലക്ഷത്തോളം അല്ലെങ്കിൽ 15 ലക്ഷത്തോളം ആൾക്കാർ മാത്രമേ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാനോട് കൂടി മുന്നോട്ട് പോകുന്നുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ 1 കോടി എന്നൊരു സംഖ്യ കേട്ട് നമ്മൾ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏത് രീതിയിലാണോ പഠിച്ചു പോകുന്നത്, കുറച്ചുകൂടി നല്ല രീതിയിൽ നമ്മുടെ കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ കുറച്ചുകൂടി ടൈം എടുത്ത് നല്ലപോലെ സിലബസ് ഒക്കെ കവർ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ കറക്റ്റായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിച്ചു പോകുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് റാങ്ക് ലിസ്റ്റിൽ കയറിയിരിക്കും. അതിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ 1 കോടി പേരുണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ 10 ലക്ഷം പേരുണ്ടെന്ന് വിചാരിച്ചിട്ടോ ഒന്നും നമ്മൾ പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്കതിൽ ഒരു സീറ്റ് മതി. അപ്പോൾ ആ ഒരു സീറ്റിലേക്ക് നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ നമുക്കറിയാം, ചെന്നൈ സോണിൽ വരുമ്പോൾ 2,500+ വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. അതേപോലെ മുംബൈ സോണിൽ 3000ഓളം വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ്, നമുക്കറിയാം ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 32,438 വേക്കൻസീസ് ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുന്ന ടൈമിലോ അല്ലെങ്കിൽ എക്സാമിന് കുറച്ച് മുൻപൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വേക്കൻസി ഇൻക്രീസ് പ്രതീക്ഷിക്കാം. കാരണം 2024 റെയിൽവേയുടെ എക്സാംസ് ഒക്കെ നടന്നപ്പോൾ അവർ വേക്കൻസി ഇൻക്രീസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഡിയിലും അങ്ങനെ ഒരു ഇൻക്രീസ് പ്രതീക്ഷിക്കാം. അപ്പം 32,438 വേക്കൻസികളുടെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം അതിൽ ഒരു വേക്കൻസി മതി നമുക്ക് ജോലി കിട്ടാനായിട്ട്. അപ്പം നിങ്ങൾ ആ ഒരു വേക്കൻസിക്കായിട്ട് നിങ്ങൾ മാക്സിമം പഠിക്കുക. നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. അപ്പോൾ ആ ഒരു നമ്പർ ഓഫ് വേക്കൻസിയിലേക്ക് നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ ഇടം നേടാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടുന്നതായിരിക്കും. അല്ലാതെ 1 ലക്ഷം പേരുണ്ട് അല്ലെങ്കിൽ 1 കോടി ആൾക്കാരുണ്ട്, ഇനി ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല, എനിക്ക് ഞാൻ കോമ്പറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് നെഗറ്റീവ് അടിച്ച് പുറകോട്ട് പോകരുത്. നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് മുന്നോട്ട് വരേണ്ട ഒരു സമയമാണിത്. കാരണം എനിക്ക് കുറച്ചുകൂടി കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം ഞാൻ ഈ പഠിക്കുന്ന പഠിത്തം പോരാ, ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കണം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ PYQs ഒക്കെ ചെയ്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നിങ്ങൾ മാക്സിമം സെറ്റ് ആകുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യേണ്ടത്. അതേപോലെ നമുക്കറിയാം, ഗ്രൂപ്പ് ഡി എക്സാമിന് ഒറ്റ CBT എക്സാം മാത്രമേ ഉള്ളൂ. പിന്നീട് വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, അങ്ങനെ 4 പ്രോസസ്സുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്നത്. അതിൽ ഫസ്റ്റ് ആണ് നമ്മുടെ CBT എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം പാസ് ആകുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യം. അതിനായിട്ട് നല്ല രീതിയിൽ തന്നെ പഠിക്കുക.
നമുക്കറിയാം നമ്മുടെ എക്സാമിന് മാത്തമാറ്റിക്സ് ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ മാത്സിന് 25 മാർക്ക്, ജനറൽ സയൻസിന് 25 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 30 മാർക്ക്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിന് 20 മാർക്ക്. അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പം മാത്സും റീസണിങ്ങും സയൻസും ഒക്കെ നല്ല രീതിയിൽ പഠിക്കുക. അതേപോലെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ല രീതിയിൽ പഠിക്കാം. നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കും. നമുക്ക് മാത്സും റീസണിങ്ങും ഒക്കെ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു എന്ന് കരുതിയിട്ട് അത് മടക്കി വെക്കരുത്. ആ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് മാക്സിമം PYQ ക്വസ്റ്റ്യൻസും അതേപോലെ മോക്ക് ടെസ്റ്റുകളും ഒക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു മാത്സിന്റെ ക്വസ്റ്റ്യൻ മാക്സിമം 1 മിനിറ്റിലൊക്കെ കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് തന്നെ ഇപ്പോൾ 10 മിനിറ്റ് എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടീസിലൂടെ അത് വെട്ടിച്ചുരുക്കി 1 മിനിറ്റ് 2 മിനിറ്റിലൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ എക്സാം ഹോളിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനും അതേപോലെ നമ്മുടെ മുന്നിലുള്ള കോമ്പറ്റീറ്റേഴ്സിനെതിരെ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ RRBക്കും SSCക്കും ഒക്കെ ആയിട്ട് ഓഫ്ലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി എക്സാമിനൊക്കെ ആയിട്ട് ഈ ക്ലാസ്സസ് യൂസ്ഫുൾ ആവും. അപ്പോൾ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ അടൂരാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സുകളുമായിട്ടോ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.